എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ. നമ്മൾ നിയമപരമായ നീക്കങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ഒരു തുടരന്വേഷണം എന്നുള്ളതിൽ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. കേസുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരൻ സംസാരിക്കും. അതെ, ഇപ്പോൾ കേസ് കണ്ണൂർ സെഷൻസ് കോടതിയുടെ പരിധിയിലാണ്. SC 515/2025 നമ്പർ ഇട്ട് ആ കേസ് ഡിസംബർ 16 പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ, അതായത് പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അവരെല്ലാ കാര്യങ്ങളും, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല, അഥവാ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചതെന്നും ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞങ്ങൾ നക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്, 13 പോയിന്റുകൾ, അതെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അതേ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിനിയും വീണ്ടും വാദം കേൾക്കാനായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക കോടതി. തീർച്ചയായിട്ടുമുണ്ട്. അതിൽ ഈ പറയുന്ന പ്രശാന്തനെ, നവീൻ ബാബുവിനെ വിളിച്ചു എന്ന് പറയുന്ന ആ CDR, ആ കോൾ ഡീറ്റെയിൽസ്, ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അതുപോലെ ദിവ്യയുടെ ആണെങ്കിലും കളക്ടറുടെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഓരോ നമ്പറുകൾ, ഫോൺ നമ്പറുകൾ, ആകെ ഓരോ നമ്പർ മാത്രം, അതിലെ തന്നെ പൂർണ്ണമായ വിവരങ്ങളില്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് നമുക്ക് ദുരൂഹമാണത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കാര്യക്ഷമമായ അന്വേഷണം തന്നെ വരണം, എങ്കിലേ സത്യം പുറത്തു വരത്തുള്ളൂ. നീതി ഇപ്പോഴും വളരെ അകലെയാണെന്നൊരു തോന്നല ഞങ്ങൾക്കുള്ളത്. അതെ, ഭർത്താവ് അജിത്തിൻ്റെ പേരുള്ള ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ദിവ്യയുടെ പേരുള്ള ഫോണില്ല, പ്രശാന്തിൻ്റെ പേരിലുള്ള പ്രശാന്തിൻ്റെ തന്നെ ആ നിർണായക പീരീഡ്, അതായത് 9-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെയുള്ള പീരീഡിലെ കോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഡിസംബറിൽ ആദ്യം PP ദേവിക്ക് നോട്ടീസ് ആയ ശേഷം അവരുടെ അപ്പിയറൻസ് ആണ്. അതിനുശേഷമായിരിക്കും വാദങ്ങളൊക്കെ നടക്കുക. ഞങ്ങൾ ഇതുമായിട്ട് സാധ്യമായ എല്ലാ നിയമവഴികളും തേടും, എല്ലാ പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ കുറച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ മറ്റ് ചില നടപടികളും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പുറകെ അതിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ അങ്ങനെയുള്ള ചില കേസുകളും കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കൂടെ നിന്നവർക്ക് മാത്രം ഇപ്പം നന്ദി പറയുന്നു, നിൽക്കാത്തവരോടൊന്നും പറയാനില്ല. ഉണ്ടാവാം. ഇപ്പം അങ്ങനില്ല. നമ്മളെ കുടുംബമായിട്ട് തെറ്റിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. ഇപ്പം അങ്ങനെ അന്ന് അതിനെപ്പറ്റി പ്രതികരിച്ചതിൽ പിന്നെ അങ്ങനെ നടക്കുന്നില്ല. റവന്യൂ വകുപ്പിലെ കളക്ടർമാരും മുൻ കളക്ടർമാരും ഉൾപ്പെടെ എല്ലാവരെയും കൂടാണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അത് അവിടുത്തെ കാര്യങ്ങളല്ലേ, അതെനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.